FUN Dazzling Lotus. This is me Shamsia with you guys, and how are you guys doing? അങ്ങനെ ഞാനൊരു പുതുപുത്തൻ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അടിക്കാൻ എന്തായാലും മറക്കരുത്. പിന്നെ നമ്മുടെ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ എൻ്റെ ചാനലിൽ ഉണ്ടാവുന്ന എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് അപ്പൊ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഒരു ഇൻട്രോ ഞാൻ തരാം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ഡെക്കോർ വീഡിയോ ആണ്. അത് തന്നെ ഒരു ബീച്ച് തീം ഇൻസ്പയർഡ്. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ബോട്ടിൽ, ഒരു ഹോം ഡെക്കോ പീസ് ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബോട്ടില്, ഒരു നല്ല ഭംഗിയുള്ള ബോട്ടില്. ഇതിപ്പോൾ ഞാനിങ്ങനെ എൻ്റെ നമ്മുടെ സ്റ്റേഷനറി സപ്ലൈസ് വാങ്ങാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. എനിക്ക് ഈ ഷേപ്പ് ഇഷ്ടപ്പെട്ടിട്ട് അപ്പം ഞാൻ കരുതി ഇത് വെച്ച് തന്നെ നമുക്ക് നല്ലൊരു ക്യൂട്ട് സ്റ്റഫ് ഉണ്ടാകും. ഐ എം എ ബിഗ് ഫാൻ ഓഫ് സീഷെൽസ്. ഞാൻ എപ്പോൾ ബീച്ചിൽ പോയാലും ഞാൻ ഷെൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ അതുപോലെ ഞാൻ പലപ്പോഴായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷെൽസ് ആണ് ഇത്. നിങ്ങൾക്ക് ഷെൽസ് ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങാനും പറ്റും, പക്ഷേ ഇത് ഞാൻ ബീച്ചിൽ പോയപ്പോൾ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ഷെൽസ് ആണ്. നമ്മൾ ഈ ഷെൽസും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സാൻഡ്, ബീച്ച് സാൻഡ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാൻഡ് പുറത്തുനിന്ന് വാങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ബോട്ടിൽ എടുത്ത് ഇത് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്, നന്നായി ക്ലീൻ ആക്കിയതാണ്. നമുക്കിതിൻ്റെ ടോപ്പ് ഒന്ന് തുറക്കാം. ടോപ്പ് ഒന്ന് തുറന്നിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാൻഡ് നമ്മൾ ഇതിലോട്ട് പയ്യെ ഇടാൻ പോവാണ്. ഞാനൊന്ന് തുറന്നിട്ട് കെയർഫുള്ളി ഞാനത് ഇതിലേക്ക് ഇടാൻ പോവാണ്. ബീച്ച് ഇഷ്ടമുള്ളവർ, അതുപോലെ സീ ഷെൽസ് ഇഷ്ടമുള്ളവർക്കെല്ലാം ഇത് നല്ല ഒരു ഹോം ഡെക്കോ പീസ് ആയിരിക്കും. നിങ്ങൾക്ക് ബീച്ചിലെല്ലാം പോകുമ്പോൾ പേഴ്സണലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഷെൽസ് എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതിന് ഒരു അടിപൊളി ഐഡിയ ആണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യാൻ മറക്കരുത്. സാൻഡ് ഞാൻ മൊത്തമായിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് പാർട്ട് നമ്മുടെ ഈ ഷെൽസ് ആണ്. ഷെൽസ് ഇതുപോലെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ഷെൽസ് ആണ്. അത് കൂടാതെ തന്നെ ഞാൻ വേറെ കുറച്ച് ഒരു സമ്മർ ട്വിസ്റ്റ് കൊടുക്കാൻ വേണ്ടി കുറച്ച് പോംസും അതുപോലെ കളർ സീഷൽസും ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പയ്യെ 1 by 1 അയ്യോ കുടി ഓക്കെ, സക്സസ്ഫുൾ. നമ്മളെ കളേർഡ് ഷെല്ല് വീണിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഷെല്ല് മാത്രമേ ഇതിലൂടെ കടന്നു പോകുന്നുള്ളൂ. നമ്മുടെ പണി പാളാനുള്ള ലക്ഷണമുണ്ട്. നമ്മളിത് 1 by 1 ഇട്ട് കൊടുക്കാം. പിന്നീട് എന്തെങ്കിലും ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് നമുക്കിത് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഏറ്റവും കുഞ്ഞതായ ഷെല്ല് മാത്രമേ ഇപ്പോൾ ഇതിൽ വീഴുന്നുള്ളൂ. നമ്മൾ എന്തായാലും ഞാൻ ഇതാണ്. ബാക്കി നമുക്ക് നോക്കാം എന്താണ്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ഷെൽസ് ഞാൻ കളക്ട് ചെയ്തത്. ബീച്ചിൽ നല്ല ഭംഗിയുള്ളത്. അപ്പോൾ പക്ഷെ അതൊന്നും ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കണില്ല. എല്ലാം നല്ല ഭംഗിയുള്ളതാണ്. കിടക്കണത് കിടക്കട്ടെ. ബ്യൂട്ടിഫുൾ.
ഇനിയിപ്പോൾ കുറച്ച് ഞാൻ ഫില്ല് ചെയ്തു. അപ്പോൾ ഞാൻ വെറുതെ ബാക്കി കുറച്ച് പോംസ് ഇടാം. അപ്പോൾ ഞാൻ ഈ ഒരു ബാർബിക്യൂവിൻ്റെ സാധനം എടുത്തുകൊണ്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കണം. കാരണം നമുക്ക് എല്ലാം ഒന്ന് കാണണമല്ലോ ഭംഗിയിലും വൃത്തിയായിട്ടും. അപ്പോൾ ഞാനൊന്ന് നന്നായി അറേഞ്ച് ചെയ്ത് ഒന്ന് ഷഫിൾ ചെയ്യണം. കാരണം ഇനി നമ്മൾ ലെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞു ഇനിയും ബാക്കിയുള്ള ഷെൽസ് നമുക്ക് പയ്യെ നമുക്കിതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി പോംസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെ, ഇതിപ്പോൾ സോഫാർ ഇതുവരെയാണ് എത്തിയിട്ടുള്ളത്. ലെയർ കാരണം കാണണമെന്നുണ്ടാവില്ല. സോഫാർ ഇതുവരെ. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വുഡൻ, എന്താ ഇതിന് പറയാൻ എനിക്കറിയില്ല, ഐ ഫോർഗോട്ട്. നമ്മൾ ഈ ബാർബിക്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റിക്കാണിത്. അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2 ഫോട്ടോഗ്രാഫ്സും എടുത്തിട്ടുണ്ട്. എൻ്റെ ഡോട്ടറിൻ്റെ 2 ഫോട്ടോഗ്രാഫാണ്. അപ്പം ഞാനിത് ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ഈ സ്റ്റിക്കുമ്മ പൊട്ടിച്ചിട്ട് ഞാനിത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഇതിലോട്ട് പൊട്ടിച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഇതിന് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ 2 ഫോട്ടോഗ്രാഫ്സും നല്ല ഭംഗിയായിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് വെട്ടിയെടുത്തത്. നിങ്ങൾക്ക് ലവ് ഹാർട്ടോ ഫ്ലവറോ ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടിയെടുക്കാം. ഓപ്പണിങ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ മാറ്റാം. ഇതിപ്പോൾ ഭയങ്കര ചെറുതായതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തത്. കാരണം ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കൽ ഒരു ടാസ്ക് ആയിരിക്കും. ചെയ്ത് ഇത്ര മതിയാവും. അതിൽ ഞാൻ കട്ട് ചെയ്യാണ്. ആണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഞാൻ ഫോട്ടോ അതിലൂടെ ഇൻസേർട്ട് ചെയ്യുന്ന വീഡിയോ എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ നത്തിങ്, ഞാനൊരു സിസേഴ്സും അതുപോലെ സിസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ വലിയ ട്വീസേഴ്സ് ഉണ്ടല്ലോ, സർജിക്കൽ ട്വീസേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോട് കൂടി ആ ഒട്ടിച്ച ഇത് ഒന്ന് ഇതുവഴി സ്ക്യൂസ് ഔട്ട് ചെയ്ത് ഒന്ന് ഞാൻ ഇറക്കി. അത്രേ ഞാൻ ചെയ്തോളൂ. എന്നിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്തോടെ നല്ല ഭംഗിയായി നമ്മുടെ ഫിനിഷ്ഡ് ബീച്ച് ഇൻസ്പയർഡ് ബോട്ടിൽ ഹോം ഡെക്കോർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് പേഴ്സണലി ഭയങ്കര എന്താ പറയുക, അറ്റാച്ച്മെൻ്റായി ഇതിനോട്. ഞാൻ തന്നെ കളക്ട് ചെയ്ത ഷെല്ല്, അതുപോലെ സാൻഡും ഞാൻ ബീച്ചിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടുവന്നത്. അതുപോലെ നല്ല ഭംഗിയുള്ള ഫോട്ടോ ഇത്. ഞാൻ അപ്പുറം ഇപ്പുറം ഉണ്ട് 2 ഫോട്ടോ. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അത്. അപ്പം ഞാനത് കുറേ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു കൺസോൾ ടേബിളുണ്ട്. അപ്പോൾ ആദ്യമേ വെക്കാമെന്നാണ് ഞാൻ പ്ലാൻ ആക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലൈക്ക് പേഴ്സണലൈസ്ഡ് കോഡ്സ് എഴുതിയിട്ട് സെൻറ്റർ ടേബിൾ ഡെക്കറേഷൻ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും അതുപോലെ കമൻ്റ് അടിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്, അവിടെയും എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അടുത്തൊരു എക്സൈറ്റിംഗ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ ബൈ.